ഞാൻ ലാൽകുമാറിലേക്കാണ്. ലാൽകുമാർ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രതിപക്ഷ നേതാവിൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് നോക്കുകയായിരുന്നു. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയൊക്കെ ഡെവലപ്മെൻറ്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞു കമ്പനിയെ ഡിബാർ ചെയ്തു, ആ എഞ്ചിനീയറിംഗ് കമ്പനിക്ക് വിലക്കേർപ്പെടുത്തി, ഇതെല്ലാം ചെയ്യേണ്ടി വന്നു കേന്ദ്ര സർക്കാരിനും NHAIക്കും. അതുപോലെ IIT പ്രൊഫസർ KR റാവുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം വന്ന് വിദഗ്ധ പരിശോധന നടത്താൻ പോകുന്നു. മറ്റൊന്നുകൂടി സംഭവിച്ചിട്ടുണ്ട്. കണ്ണൂർ കുപ്പത്ത് ഉണ്ടായ സംഭവത്തിൽ അവിടെ DPRൽ അപാകതയുണ്ട് എന്ന് ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്ന രീതി വന്നിട്ടുണ്ട്. അപാകതയുണ്ട് എന്ന് ഈ പറഞ്ഞ NHAIയുടെ ഉദ്യോഗസ്ഥർ തന്നെ, റെസിഡൻറ്റ് എഞ്ചിനീയർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹത്തിൻ്റെ 2 ദിവസം മുമ്പുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോഴും കിടക്കുന്നത്. ദേശീയപാതയുടെ പണി പലയിടങ്ങളിലും അശാസ്ത്രീയമാണ്, റോഡ് തകർന്നപ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരുമില്ല. അപ്പോൾ തോന്നിയത് പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്തത്തോടെ വിഷയം പഠിച്ചും മനസ്സിലാക്കിയും ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ നടത്തിയിട്ടുണ്ടോ? ഏറ്റവും പുതിയ പ്രതികരണം എന്തെങ്കിലും ഉണ്ടോ നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല. വേറെ മറ്റു ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രസകരമാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. ഇത്രയൊക്കെ നടപടി ഇപ്പോൾ കേന്ദ്ര സർക്കാരും NHAI എടുക്കുമ്പോൾ മന്ത്രി ചോദിക്കുകയാണ്, ഈ DPR ആരാണ് തിരുത്തിയത്, DPR എങ്ങനെ തിരുത്തി എന്ന് മന്ത്രി അവിടെ ഇവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. ലാൽകുമാർ, അല്ല, ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഈ പ്രയോഗത്തിനകത്ത് റോഡ് തകർന്നു എന്നുള്ള പ്രയോഗം ഒരു പ്രശ്നം പിടിച്ചൊരു പ്രയോഗമാണ്. അതെ, കാരണം കമ്മീഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഒരു റോഡ്, ഞാൻ കുറച്ചാൾ ഇൻഡസ്ട്രി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ലോഡ് നമ്മൾ കയറ്റി നോക്കും. ആ ലോഡ് കയറ്റി നോക്കുമ്പോൾ ഇത് ഇടിഞ്ഞു വീഴുകയാണെങ്കിൽ നമുക്ക് പിണറായി വിജയനോ അല്ലെങ്കിൽ നിതിൻ ഗഡ്കരിക്കോ മറുപടി പറയാൻ പറ്റുമോ? അതിൻ്റെ എഞ്ചിനീയേഴ്സിനെ നമ്മൾ കുറ്റപ്പെടുത്തും, അല്ലേ? അതിൻ്റെ പൊളിറ്റിക്കൽ യൂണിറ്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനെ നേരം കാണും. ഇത് കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൺസ്ട്രക്ഷൻ ഓൺ ഗോയിങ് ആണ്, വർക്ക് ഇൻ പ്രോഗ്രസ്സിലാണ് നിൽക്കുന്നത്. അപ്പോൾ റോഡ് കംപ്ലീറ്റ് ആയ ഒരു റോഡ് ഇടിഞ്ഞു വീണു എന്നുള്ളൊരർത്ഥത്തിൽ പാലാരിവട്ടം പാലം ഇടിയാൻ പോകുന്നു എന്ന് പറയുന്നത് കൺസ്ട്രക്ട് ചെയ്ത് കമ്മീഷൻ ചെയ്ത് ജനം അതുവഴി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ്. ഇത് രണ്ടാണ്. ഇങ്ങനെയുള്ള എത്രയോ കേസ്, ഈ ഒരു കാന ഉണ്ടാക്കി അല്ലെങ്കിൽ അത് ഇടിഞ്ഞു പോയി, അല്ലെങ്കിൽ വഴി ഉണ്ടാക്കി ഇടിഞ്ഞു പോയി, അത് നമ്മൾ അവരെ കോൺട്രാക്ട് ഏൽപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സർക്കാർ, കേരള സർക്കാരല്ല കേന്ദ്ര സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്ന കോൺട്രാക്ട് വർക്ക് ചെയ്യാനായിട്ടാണ്. ഇത് ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു എന്താ മിസ്ഹാപ്പ് ആയിപ്പോയി എന്നുള്ളതാണ് സത്യം. അതല്ലാതെ വേറൊന്നും ഇതിനകത്തില്ല. അതാണ് ആദ്യത്തെ പോയിന്റ്. അത് നടക്കാൻ പാടുള്ളതായിരുന്നോ? അല്ല, അൺഫോർച്ചുനേറ്റ് ആണ്. കാര്യം ഈ പറയുന്ന വാട്ടർ അത്രയും ഈ മഴയുടെ ഭാഗമായി റീറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം അത് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപകടം ഇതെല്ലാം കഴിഞ്ഞ ശേഷം, ഒരു മഴക്കാലം കഴിഞ്ഞ ശേഷമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ എത്ര ജനജീവിതത്തിൽ പ്രശ്നമായേനെ. അപ്പോൾ ഈ അർത്ഥത്തിൽ അത് നടന്നത് ഒരു കണക്കിന് ഞാൻ നന്നായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം അതുകൊണ്ട് അത് പൊളിഞ്ഞുപോയി. വേറെ ഒരു ബെറ്റർ സ്ട്രക്ചർ അവിടെ വരും. ഞാനതിനെ അങ്ങനെ കാണുന്നുള്ളൂ. പിന്നെ ഇവിടെ വന്നൊരു പ്രശ്നം നോക്കൂ, എനിക്ക് സേനാപതി വേണു എന്നോട് പറയാൻ ശ്രമിക്കുന്നത് ഐ എം ഹാവിങ് എ മലീഷ്യസ് ഇന്റൻഷൻ ടു ഡീഗ്രേഡ് ദ ഓപ്പോസിഷൻ ലീഡർ. എനിക്ക് അങ്ങനെ ഒരു ലക്ഷ്യമേ ഇല്ല. ഞാൻ ഒരു ചർച്ചയ്ക്കകത്ത് വരുമ്പം ഞാൻ മനസ്സിലാക്കേണ്ടത്, ഞാൻ ചിലപ്പോൾ വാശിയോടുകൂടി വാദിക്കുമായിരിക്കാം. ഒരു പൊളിറ്റിക്കൽ പോയിന്റിന് വേണ്ടി ഞാൻ ശക്തമായി എൻ്റെ രാഷ്ട്രീയം പറയാൻ ഞാൻ നിലവുള്ളൂ. പക്ഷെ അപ്പുറത്തിരിക്കുന്ന ഒരാളെ ഒരു ഡീഗ്രേഡിങ് അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല, ചെയ്യാറുമില്ല. ഇവിടെ സംഭവിക്കുന്നത്, ഞാൻ ഉപയോഗിച്ച പ്രയോഗം തന്നെ എടുത്തു നോക്കേണ്ട ഒരു കാര്യമാണ്. പ്രതിപക്ഷ നേതാവ് ഇറസ്പോൺസിബിൾ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ആ ഇറസ്പോൺസിബിൾ എന്ന് പറയുന്നത് ഒരു ഫെയർ ക്രിറ്റിസിസമാണ്, അല്ലാതെ അതൊരാളെ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു അവസ്ഥയൊന്നും അല്ല. ഞാൻ ഉപയോഗിച്ച വാക്ക് ഇറസ്പോൺസിബിൾ എന്നാണ്. എപ്പോഴാണ് അദ്ദേഹം റെസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്തത്? അതുകൊണ്ട് നിങ്ങൾ ഒരു വിമർശനം അഴിച്ചു വിടുകയാണെങ്കിൽ അതിൻ്റെ ഒരു ന്യായം വേണ്ടേ? ആ ന്യായം ആർക്കെതിരെയാണ് നിങ്ങളെ ഫിംഗേഴ്സ് പോയിന്റ് ചെയ്യുന്നതിന് ഒരു റീസണബിൾനെസ് എന്ന് പറഞ്ഞൊരു കാര്യമില്ലേ? നിങ്ങൾ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശക്തമായ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരാളല്ലേ? അപ്പൊ നിങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു പറച്ചിലായിട്ട് ഒറ്റ കാര്യങ്ങൾ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനം വരുന്ന രണ്ട് ക്യാബിനറ്റ് പോർട്ട്ഫോളിയോ ഉണ്ട്. എന്നറിയോ? അതൊന്ന് ആരോഗ്യ വകുപ്പും പിന്നെ ഈ PWD വരുന്നതാണ്. കാര്യം എന്താ? ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിസിബിളായിട്ട് കാണാൻ പറ്റുന്ന വിഷയങ്ങളാണ്. ആ ഡെവലപ്മെന്റ് എന്താണ് സർക്കാർ ചെയ്തതെന്ന് വളരെ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. അങ്ങനെ നിൽക്കുന്ന ഒരു വിഷയത്തെ പിടിച്ചാൽ മാത്രമേ പ്രതിപക്ഷത്തിന് ഒരു സ്കോപ്പ് ഉള്ളൂ. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് ഭയങ്കരമായി. അത് നിങ്ങൾക്ക് അതുകൂടെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഈ 2 ഡിപ്പാർട്ട്മെന്റുകളിൽ സംഭവിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് നമ്മൾ നോക്കേണ്ടത്.